കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. വാക്കിന്റെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമദിനം മൂവാറ്റുപുഴ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം വാർഡ് കൗൺസിലർ ജിനു ആന്റണി ഉദ്ഘാടനം ചെയ്തു. വാക്കിന്റെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമദിനം ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം വാർഡ് കൗൺസിലർ ജിനു ആന്റണി ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ഹെഡ് മിസ്ട്രസ് ഷമീന ബേഗം അധ്യക്ഷത വഹിച്ചു. ബഷീറിന്റെ അനശ്വര കൃതികൾ, ഭാഷയുടെ ലാളിത്യം, ബഷീറിയൻ ശൈലി, മനുഷ്യപക്ഷ നിലപാടുകൾ എന്നിവ പുതുതലമുറയിലേക്ക് എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് അവതരണങ്ങൾ സംഘടിപ്പിച്ചതെന്ന് ഹെഡ് മിസ്ട്രസ് ഷമീന ബേഗം പറഞ്ഞു. സാഹിത്യത്തിലെ വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ അല്ലേ. മറ്റ് സാഹിത്യകാരന്മാർക്കില്ലാത്ത ഒട്ടേറെ വ്യത്യസ്തതകളുള്ള ഒരു കഥാകാരനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിനെ അറിയുക എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യനെ അറിയാവുന്നതാണ്. അത് ബഷീറിന് എന്താ പറയുക, ഒരു ബഷീറിയൻ ലാംഗ്വേജ് ഉണ്ട്, ബഷീറിയൻ ഭാഷയുണ്ട്. മറ്റ് വലിയ വലിയ സാഹിത്യമോ അങ്ങനെയുള്ള ഒന്നുമില്ല ബഷീറിൻ്റെ കൃതികൾ. നിങ്ങളെടുത്ത് വായിച്ചിട്ടുള്ളവർക്ക് അത് അറിയാൻ പറ്റും. എന്താ പറയുക, ബഷീറിൻ്റെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഖ്യയും ആഖ്യാതവും ഒന്നുമില്ലാത്ത ഒരു ഭാഷയാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത്. അതായത് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിലാണ് അദ്ദേഹം ഒരുപാട് കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഒരു 10-35ഓളം നോവലുകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്, ചെറുകഥകളുണ്ട്. ഇതെല്ലാം വായിച്ചാലും അക്ഷരാഭ്യാസം ഇല്ലാത്തവർക്ക് പോലും വേണമെങ്കിൽ വായിച്ച് മനസ്സിലാക്കാവുന്ന അത്ര സിമ്പിളായിട്ട് നാടൻ ഭാഷയിൽ എഴുതിയിട്ടുള്ള കൃതികളാണ് അദ്ദേഹത്തിൻ്റെ മിക്ക കൃതികളും. അപ്പൊ അദ്ദേഹത്തിനെ അറിയുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ദിവസത്തിന്റെ ഉദ്ദേശം. ഉപ്പൂപ്പാക്കൊരാനയുണ്ടാർന്നു, അമ്മ എന്നീ കൃതികൾ റിട്ടയർഡ് മലയാളം അധ്യാപിക സൈന കെയും, ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട്, ഒരു മനുഷ്യൻ എന്നീ കൃതികൾ മുട്ടം ടെക്നിക്കൽ ഹയർ സെക്കൻഡറി മലയാള വിഭാഗം മേധാവി PK സുരേഷും അവതരിപ്പിച്ചു. അവള് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്നത് അവൾ കണ്ടിട്ടില്ലാത്ത ഒരു ആനയും. എങ്ങനെയാണ് അവൾ ആ ആനയോട് ഇത്രയും അവൾക്ക് ആനയോട് ഇത്രയും ഇഷ്ടം തോന്നിയെന്നറിയോ? അറിയില്ലല്ലോ. അവളുടെ ഉമ്മ കുഞ്ഞു താച്ചുമ്മ, അവർ താമസിക്കുന്നത് വലിയൊരു തറവാട്. കുഞ്ഞു പാത്തുമ്മയാണെങ്കിൽ ഇതുപോലെ തട്ടവും പട്ട് കുപ്പായവും ഒക്കെ ഇട്ട്, കസവുള്ള തട്ടവും ഇട്ട്, സർവാഭരണ വിഭൂഷിതയായിട്ട് സ്വർണത്തിൽ പൊതിഞ്ഞ സുന്ദരിയായ കുഞ്ഞു പാത്തുമ്മ വളർന്നു വന്നപ്പോഴത്തേക്കും എന്ത് പറ്റി? അവർ തമ്മിൽ എന്തോ ഒരു ഇഷ്ടം, രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ ഒരു ഇഷ്ടം. അതിനെയാണ് നമ്മൾ ആ കളിക്കൂട്ടുകാരനെ ആ കൂട്ട് എന്തായി മാറി, പ്രണയമായി മാറി, വലിയ സ്നേഹമായി അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാതിരിക്കാൻ പറ്റുന്നില്ല, മിണ്ടാതിരിക്കാൻ പറ്റുന്നില്ല. ബഷീറിന്റെ പൂവമ്പഴം എന്ന കൃതിയുടെ ദൃശ്യാവിഷ്കാരം വിദ്യാർത്ഥികളായ എൽക്കാന മാരിയേറ്റും നിമിഷ വിനോദും ചേർന്ന് അവതരിപ്പിച്ചത് ഏറെ ശ്രദ്ധേയമായി. അതൊക്കെ ഒന്നല്ല, ഒരു കൊല്ലം പൂവമ്പഴം വാങ്ങിത്തരും. അതൊന്നും വേണ്ട, എനിക്ക് 2 പൂവമ്പഴം മതി. മറക്കോ? മറക്കേ? ഇവിടെ തങ്ങാടി കിട്ടിയില്ലെങ്കിൽ പുഴക്കക്കരെ പോയിട്ടാണെങ്കിലും എന്റെ ഊരിന്റെ പൂജ നമ്മളൊന്ന് സാധിച്ചു തരുന്നുണ്ട്. പരിപാടിക്കിടെ നടന്ന തത്സമയ ക്വിസിൽ വിദ്യാർത്ഥികളായ അക്ഷയ് കൃഷ്ണ, ആന്റണി എന്നിവർ സമ്മാനാർഹരായി. വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത പരിപാടിയിൽ സ്റ്റാഫ് സെക്രട്ടറി അംബുജം KB, അധ്യാപിക റഹ്മത്ത് PA എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.